സോ ഗൈസ് നമ്മുടെ തോർ വേഴ്സസ് ബ്ലാക്ക് ബോൾട്ട് എന്നൊരു ഫൈറ്റ് ഒന്ന് ആര് വിജയിക്കും നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. സോ ഗൈസ് നമുക്കിപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോവാം. ബ്ലാക്ക് ബോൾട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ വാ തുറന്ന അവിടെ തന്നെ ഒരു വലിയൊരു പ്രശ്നമുണ്ടാവും, അതായത് ഡിസ്ട്രാക്ഷൻ വരും. അമാതിരി ഒരു ക്യാരക്ടർ നമ്മുടെ ബ്ലാക്ക് ബോൾട്ട്. ഇത് ഞാൻ പറയാൻ കാരണം പുള്ളിക്കാരൻ വാ തുറന്നാൽ തന്നെ അൾട്രോണിക് സൗണ്ട് ഉണ്ടാവും. അതും മതി അവിടെ ഒരു പ്ലാനറ്റിനെ നശിക്കും. അത്രത്തോളം പവർഫുൾ നമ്മുടെ ബ്ലാക്ക് ബോൾട്ട്. മാത്രമല്ല ഈ ഒരു ക്യാരക്ടറിന് തെളിപ്പതിയായിട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനോട് സംസാരിക്കാൻ കഴിയും. ഈ ഒരു ക്യാരക്ടറിന് ഏറ്റവും മോസ്റ്റ് പവർഫുൾ എന്നൊക്കെ ഞാൻ പറയുമല്ലോ, അൾട്രാസോണിക്കാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ തൻ്റെ മനസ്സിൽ നിന്ന് ഫുൾ ഓവർ പവർ, അതായത് കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഓവർ പവർ സ്ക്രീം ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഹൈപ്പർസോണിക് സൗണ്ട് വേവ് ലെന്തായിട്ട് മാറി, അതായത് നല്ല രീതിയിൽ സ്ക്രീം ചെയ്ത് അതും മതി ഒരു പ്ലാന്റ് നശിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇതൊന്നും കൂടാതെ കോമിക്സിൽ ഈ ഒരു പവർ വെച്ച് താനോസിനെ ഏകദേശം ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഡോക്ടേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ ഗ്ലാഡിയേറ്ററിനെ തൂക്കിയെടുത്ത് ആലാക്കി പഞ്ഞി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാരക്ടർ ഇൻഹ്യൂമൻസിന്റെ കിങ് ആണ്. മാത്രമല്ല നമ്മുടെ ഇലുമിനാട്ടി ടീമിലൊരു മെമ്പറും കൂടെയാണ്. എന്നാൽ നേരെ മറിച്ച് തോറിലേക്ക് വരപ്പോൾ ഞാൻ ഈ പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഇതിനോട് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ജസ്റ്റ് ബ്രീഫിൽ സ്മോളായിട്ട് പറയാം. കോമിക്സിൽ തോറ് ടാനോസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഹൾക്കിനെ കോമിക്സിൽ പലവട്ടം ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗലാട്ടസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സിനെ കോമിക്സിൽ നമ്മൾ തോറ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു ഫീറ്റ് പറയാം. നമ്മുടെ കോസ്മിക് ഗോസ്റ്റിനെ ഹെറാഡാക്കിയ ഗലാട്ടസിനെയും ആ ഗലാട്ടസിനെ ഹെറാഡാക്കിയ ബ്ലാക്ക് വിൻ്ററിനെയും നമ്മുടെ കോമിക്സിൽ തോറ് അടിക്കാണ് ഒരു നോക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫീറ്റൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം തോർ എത്രത്തോളം ഓവർ പവർഡാണ് കോമിക്സിൽ നിന്ന്. പിന്നെ ഇതൊന്നും കൂടാതെ നമ്മുടെ കോമിക്സിൽ നമ്മുടെ തോർ ഒരു പ്ലാനറ്റ് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫീനിക്സ് ഫോഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പോകും. എന്നാൽ ശരിക്കും ഇനി ബ്ലാക്ക് ബോൾട്ടും തോർ എന്നൊരു ഫൈറ്റ് വന്നാൽ, ഇവർ തമ്മിൽ ശരിക്കും ഒരു ഫൈറ്റ് വന്നാൽ ആര് വിജയിക്കും? ഇനിയിപ്പോൾ നമ്മൾ ഫൈനൽ ബാറ്റിലേക്ക് പോവുകയാണ്, റൗണ്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ആര് വിജയിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ തോർ എന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് എന്നൊരു ക്യാരക്ടർ, അതായത് മിന്നൽ ദേവനാണ് അല്ലേ. അപ്പോൾ നേരെ മറിച്ച് നമ്മുടെ ബ്ലാക്ക് ബോൾട്ട് വരുമ്പോൾ ബ്ലാക്ക് ബോൾട്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ആയിട്ടുള്ളതാണ്, ഒരു എന്താണ്. അപ്പോൾ സൗണ്ട് വെസസ് ലൈറ്റ് എന്നൊരു ഫൈറ്റ് വന്നാൽ ആര് വിജയിക്കും? ലൈറ്റാണ്. സോ ഇവിടെ ഒരു ഫൈറ്റ് വരികയാണെങ്കിൽ തോറാണ് ഇപ്പം ഇതിൽ ഫൈറ്റ് ചെയ്ത് മുൻകൊള്ള വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ബ്ലാക്ക് ബോൾട്ട് വാ പറഞ്ഞ് സൂപ്പർ സോണിക് വേവ് വിട്ട് കഴിഞ്ഞാലും നമ്മുടെ തോറിന് പറ്റും, ഇല്ല എന്നല്ല. പക്ഷേ കോമിക്സിൽ ഒരു ഡൈയിങ് സ്റ്റാറിൻ്റെ ഉള്ളിൽ പോയി സർവൈവ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. നമ്മൾ ഇൻഫിനിറ്റി വാർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തോറിന് വലിയ കുഴപ്പമില്ല. ഞാൻ തോറുന്ന ക്യാരക്ടർ ഇമോർട്ടലാണ്. മാത്രമല്ല ഒരു ദേവനാണ്. ഓൾമോസ്റ്റ് സ്ട്രെങ്ത് വെച്ച് നോക്കുകയാണെങ്കിലും ബ്ലാക്ക് ബോൾട്ടിനെക്കാട്ടി 10 ഇരട്ടി സ്ട്രോങ് ആണ് നമ്മുടെ തോറുന്ന ക്യാരക്ടർ. അപ്പോൾ എന്തൊക്കെ വന്നാലും നമ്മുടെ എത്രയൊക്കെ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് നമ്മുടെ ബ്ലാക്ക് ബോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തോറിൻ്റെ ലെവലൊന്നും ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ഫൈറ്റിൽ എന്തുകൊണ്ട് വിജയിക്കുന്നത് നമ്മുടെ തോറ് തന്നെയാണ്. ബ്ലാക്ക് ബോൾട്ട് വിസസ് തോറിൻ്റെ ഫൈറ്റ് വരികയാണെങ്കിൽ തോറ് തന്നെയാണ് വിജയിക്കുന്നത്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക ആരാ വിജയിക്കുന്നത്. ബ്ലാക്ക് ബോൾട്ട് വിസസ് തോറിനൊരു ഫൈറ്റ് വന്നാൽ ആര് വിജയിക്കും? താഴെ കമൻറ്റ്.